അലക്സാണ്ടർ ജേക്കബ് സാറിനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ എൻ്റെ വിരുദ്ധാഭിപ്രായങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. താങ്കളുടെ പ്രഭാഷണങ്ങളിൽ, താങ്കളുടെ വീഡിയോകളിൽ, പല ചാനലുകളിൽ പോയ വീഡിയോകളിൽ കൊടുങ്ങല്ലൂരമ്മയും ആറ്റുകാൽ ദേവിയും കുറത്തികളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ വന്നിട്ടുണ്ട്. കുറത്തികൾ കുറഞ്ഞവരാണെന്നോ കുറവന്മാർ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു അർത്ഥത്തിലേ അല്ല ഇത് എടുക്കരുത്. ഒരു ജാതി വരെയും ഒരു ബ്രാഹ്മണിക്കൽ ഹെജിമണിയും ഒന്നുമില്ല. പക്ഷെ ചരിത്രം കിടക്കുന്നത് മറ്റൊരു തലത്തിലാണ്. എന്താണ് ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ചരിത്രമായി പറയുന്നത്, കൊടുങ്ങല്ലൂരമ്മയുടെയും ചരിത്രമായി? ഇത് രണ്ടും കൂടി ഒരു വീഡിയോ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അല്പം നീണ്ടുപോയാലും കേൾക്കുക. ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് 3 ധാരയാണുള്ളത്. അതിനകത്ത് എല്ലാ ക്ഷേത്രങ്ങൾക്കും ഞാൻ പറഞ്ഞു ദൈവിക ധാരയുണ്ട്, ആത്മീയ ധാരയുണ്ട്, ഭൗതിക ധാരയുണ്ട്. ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ദൈവിക ധാര ഭദ്രകാളിയുമായി ബന്ധപ്പെടുത്തിയതും പിന്നെ അതുപോലെ തന്നെ ദേവാസുര കാലത്തിന്റെ കഥകളും അതുപോലെ പുരാണങ്ങളുടെ കഥകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഭദ്രകാളി കഥകളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അതായത് പിന്നെ ശൈവ വൈഷ്ണവ ശാക്തേയത്തിന് പുറമെ, ശാക്തേയം എന്ന് പറയുന്നിടത്ത് എത്തി നിൽക്കുമ്പോൾ വൈഷ്ണവ സിദ്ധാന്തമുണ്ട്, ശൈവ സിദ്ധാന്തമുണ്ട്, ശാക്തേയ സിദ്ധാന്തമുണ്ട്. പിന്നെയാണ് ഈ ഭദ്രകാളി പറയുന്ന അങ്ങനെ ഒരു സംവിധാനത്തിലേക്കൊക്കെ വരുന്ന ദേവിയുടെ സംവിധാനമൊക്കെ വരുന്ന ഒരു സിദ്ധാന്തം. അതിൽ ഭദ്രകാളി സിദ്ധാന്തമായി ചിന്തിച്ചാൽ അങ്ങനെ പറയാം. ഇനി നമുക്ക് ആത്മീയമായി ചിന്തിച്ചാൽ അത് ഈ നേരത്തെ പറഞ്ഞതുപോലെ നന്മ തിന്മ മനുഷ്യന്റെ പിന്നെ എന്താണ് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന തിന്മകളെ മാറ്റാനുള്ള നന്മയുടെ പ്രതീകമായിട്ടൊക്കെ ദേവിയെ നമ്മൾ പൊങ്കാലയൊക്കെ ഇട്ട് അങ്ങനെ ചിന്തിച്ചു പോകും. ഭൗതികമായി ചിന്തിച്ചാൽ അവിടെ സംഭവിച്ചത് എന്താണ്, ചരിത്രത്തിൽ കിടക്കുന്നത് എന്താണ്? മുല്ലശ്ശേരി കുടുംബം എന്ന് പറയുന്ന ഒരു കുടുംബത്തിന് ഒരു തെക്കതുണ്ടായിരുന്നു, അല്ലെങ്കിൽ കാവുണ്ടായിരുന്നു. തെക്കതെന്നുള്ള രേഖകളുമുണ്ട്, കാവെന്നുള്ള രേഖകളുമുണ്ട്. ഞാൻ തർക്കത്തിനില്ല. അവിടെ ഇത് ഉണ്ടായിരുന്ന സമയത്താണ് പാലക്കാടുള്ള ഒരു ശങ്കരനാഥൻ നായർ, ഇതിപ്പോ വെള്ളനാട് രാമചന്ദ്രനെ പോലെയുള്ള ചരിത്ര എഴുത്തുകാർ ഇതൊക്കെ പറയുക എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ശങ്കരനാഥൻ നായർ, ഞാൻ അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളോട് സംവേദിച്ചിട്ടുണ്ട്, വിവരങ്ങൾ എടുക്കാറുമുണ്ട്. ഇത്തരം ആളുകൾ ഇപ്പം പല ആളുകളിൽ നിന്നും നമ്മൾ സംസാരിച്ച് വിവരം കൂടി എടുത്തിട്ടാണ്, പിന്നെ രേഖകളിൽ നിന്നിട്ട് എടുത്തിട്ടുമാണ് നമ്മൾ പറയുന്നത്. ഈ ശങ്കരനാഥൻ നായർ എന്ന് പറയുന്ന പാലക്കാടുള്ള ഒരു വ്യക്തി കാശിയിൽ പോയി ജ്യോതിഷത്തിൽ വലിയ പണ്ഡിതനായി. 10-40 വയസ്സ് കൊണ്ട് തന്നെ വലിയൊരാളായി മാറി. അവിടെ പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്ന രാജസ്ഥാനും പഞ്ചാബും ഒക്കെ പ്രവിശ്യയാണല്ലോ, പ്രവിശ്യ ഭരിച്ചിരുന്ന പൃഥ്വിരാജ് ചൗഹാൻ ഇദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി അവിടെ വലിയ രീതിയിലൊക്കെ ഒരു ക്ഷേത്രങ്ങൾ പണിയിക്കുന്നതിനും അദ്ദേഹം വലിയ സമ്പന്നതയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഇത് ഈ രാജാക്കന്മാരും അന്ന് കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ. സ്വാതി തിരുനാളിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു തിരുവിതാംകൂറിലെ. അങ്ങനെ സ്വാതി തിരുനാൾ ഒരു വർഷത്തേക്ക് ഈ ശങ്കരനാഥൻ നായരെ കേരളത്തിൽ കിട്ടുമോ എന്ന് നോക്കി അദ്ദേഹത്തെ കേരളത്തിൽ കൊണ്ടുവരുന്നു. കേരളത്തിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് അദ്ദേഹം ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഈ മുല്ലശ്ശേരി അദ്ദേഹം പോകാൻ പോയി. ഒരു വർഷം ഇവിടെ നിൽക്കുകയും ഇവിടുത്തെ ക്ഷേത്രങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന കഥകളും ഒക്കെ പറഞ്ഞു കൊടുത്ത് ഈ പിന്നെ പൃഥ്വിരാജ് ചൗഹാന് പറഞ്ഞു കൊടുക്കുന്ന എന്ത് ഉപദേശം കൊടുത്താലും അതെല്ലാം ആര് പറയുന്ന കേൾക്കുമായിരുന്നു, ഈ പറയുന്ന ശങ്കരനാഥൻ പറയുന്ന കേൾക്കും. അതുപോലെ സ്വാതി തിരുനാൾ ഒരു പരിധിവരെ ശങ്കരനാഥൻ പറയുന്ന കേൾക്കുമായിരുന്നു. പിന്നെ അയ്യാവ് ഗുരു ഉണ്ടായിരുന്നു, തക്കാട് അയ്യാവ് ഗുരു ഉണ്ടായിരുന്നു, മറ്റു കാര്യങ്ങളൊക്കെ പറയാനും ഒക്കെ അയ്യാവ് ഗുരുവിനെ പോലെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹം തിരിച്ചു പോകാൻ നോക്കി, ആര്, നമ്മുടെ ശങ്കരനാഥൻ. അപ്പോഴാണ് അന്ന് ഈ ശൈശവ വിവാഹമുള്ള കാലമാണ്. ഇപ്പൊ ചിന്തിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ അന്ന് ശൈശവ വിവാഹം ഉള്ളപ്പോൾ ഈ മുല്ലശ്ശേരി കുടുംബത്തിലെ 12 വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ ആരിവിടെ താമസമായി, ഈ ശങ്കരനാഥൻ കുറെ കാലം ഇവിടെ താമസമായിരുന്നു. പിന്നെ അദ്ദേഹം ക്ഷേത്രം പുനരുദ്ധരിച്ചു, ക്ഷേത്രത്തിന് ഭയങ്കര പ്രശസ്തിയായി. അദ്ദേഹത്തിന്റെ ജ്യോതിഷവും അദ്ദേഹം പ്രശ്നം വെപ്പും വെളിച്ചപ്പാടല്ല, ഈ കാര്യങ്ങൾ പറയുന്ന പ്രശ്നക്കാരനായി ക്ഷേത്രത്തിന്റെ പ്രശസ്തി വല്ലാതെ കൂടി. ഇനി അവരുടെ ആറ്റുകാൽ ശങ്കരപ്പിള്ള എന്നൊക്കെ പറയുന്ന അവരുടെ ചെറുമക്കളായിട്ടുള്ള ആളുകളൊക്കെ, ചെറുമകന്റെ മകൻ എന്നൊക്കെ ആയിട്ടുള്ള പരമ്പരയിൽപ്പെട്ട ആളുകളൊക്കെ അവിടെ ഉണ്ട്. ഇതൊരു കഥ, ഒരു ഭൗതികമായ കഥ. തെക്കൻ കേരളത്തിലെ ഭദ്രകാളിപ്പാട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്മീയമായി അല്ലെങ്കിൽ ദൈവികമായി ചിന്തിക്കുമ്പോൾ ഭദ്രകാളി പാട്ടുമുണ്ട്. ഇനി മറ്റൊരു കഥയുണ്ട്, അതാണ് നല്ല രസകരമായ കഥ. മധുരദേശത്തുണ്ടായിരുന്ന 2 പേർ, കണ്ണകി എന്ന് പേരുള്ള ഒരാൾ, അത് കണ്ണകിയെ കൊടുങ്ങല്ലൂർ ചരിത്രവും വരെ ഞാൻ രണ്ടാമത് പറയാം, അടുത്ത ഭാഗം കൂടെ കേട്ടാൽ മതി. ഈ കണ്ണകി എന്ന് പറയുന്ന അവിടെ ഒരു പിന്നെ കോവിലനും കണ്ണകി എന്ന് പറയുന്ന 2 പേരുണ്ടായിരുന്നു. ധനാഢ്യനായ വ്യാപാരിയായിരുന്നു. അദ്ദേഹത്തിന് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു.
ആ സ്ത്രീയായിട്ട് ബന്ധമുണ്ടായെങ്കിലും പിന്നെ അപ്പൊ കണ്ണകിയുമായിട്ട് പിണങ്ങിക്കഴിഞ്ഞു. പിന്നെ തിരിച്ചു വന്നു, ആ സ്ത്രീയുമായിട്ട് തിരിച്ചു വന്നു. അദ്ദേഹം ഈ രത്നവ്യാപാരി തിരിച്ചു വന്നതിന് ശേഷമെങ്കിലും ദാരിദ്ര്യമായി. അപ്പൊ കണ്ണകിയുടെ ചിലങ്ക കൊണ്ട് വിൽക്കാൻ പോയപ്പോൾ മധുര കൊട്ടാരത്തിലെ രാജ്ഞിയുടെ ചിലങ്കയും കാണാതായി. അത് പക്ഷേ മുത്തായിരുന്നു വെച്ചിരുന്നത്, ഇത് രത്നമുള്ള ചിലങ്കയായിരുന്നു. ഇത് രാജാവ് വിളംബരം ചെയ്തു, രാജ്ഞിയുടെ ചിലങ്ക കാണാനില്ല, ഉടനെ തന്നെ ചിലങ്ക കണ്ടെത്തി തരുന്നവർക്ക് പണം കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ രത്നവേര പാവപ്പെട്ട കണ്ണകിയുടെ പാവപ്പെട്ടവനായി മാറിയ കണ്ണകിയുടെ ഭർത്താവ് ഇത് കച്ചവടം ചെയ്യാൻ ചെന്നപ്പോൾ, വിൽക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ ആളുകൾ പിടിച്ച് രാജകൊട്ടാരത്തിൽ എത്തിച്ചു. അവിടെ വെച്ച് കൊട്ടാര രാജാവ് തെറ്റിദ്ധരിക്കുകയും ഇദ്ദേഹത്തെ കൊല്ലുകയും ചെയ്തു, ഈ കണ്ണകിയുടെ ഭർത്താവിനെ. അതിൽ മനം തൊന്ന കണ്ണകി അവിടെ ചെന്നിട്ട് ഒറിജിനൽ ചിലങ്ക തങ്ങളുടേതാണെന്നും അതിൽ രത്നമാണെന്നും മറ്റത് മുത്താണെന്നും പറയുകയും മധുര രാജ്യത്തെ ചുട്ടരിച്ചു എന്നും അവിടെ നിന്ന് വടക്കോട്ട് സഞ്ചരിച്ചു അവിടെ നിന്ന് തിരുവനന്തപുരം വഴി കൊടുങ്ങല്ലൂർ വരെ പോയ ഒരു കഥ പറയുന്നുണ്ട്, കണ്ണകിയുടെ കഥ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള കണ്ണകിയാണ് ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഉള്ളത്. അത് കൊടുങ്ങല്ലൂരിലും കണ്ണകിയുടെ ഇതുണ്ട്. അത് ചേട്ടാൻ പിന്നെ വെള്ളനാട് ക്ഷേത്രം പറയുന്നുണ്ട്, ഇതിന്റെ അമ്മയാണ്, അനിയത്തിയാണ്, ചേച്ചിയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബന്ധങ്ങളൊക്കെ പറഞ്ഞ് ഭദ്രകാളി ക്ഷേത്രങ്ങളെല്ലാം തോറ്റംപാട്ടും ഈ കഥകളിലേക്ക് ആറ്റുകാലും കൊടുങ്ങല്ലൂരായി ബന്ധിപ്പിച്ചാണ് കണ്ണകിയുടെ ഒരു ദേശാടനത്തിനെ കുറിച്ച് പറയുന്നത്. ഇതിനിടയിൽ ആറ്റുകാലിനെ കുറിച്ച് മറ്റും ഒരു കഥയുണ്ട്. ആറ്റുകാൽ മുല്ലശ്ശേരി ഈ കാവായിരുന്ന സമയത്ത് അല്ലെങ്കിൽ തെക്കതായിരുന്ന സമയത്ത് അവിടെ ഈ പൂജയൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ പൂജയൊക്കെ ഉണ്ടായിരുന്നു. അവിടെയുള്ള പോറ്റി കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു പെൺകുട്ടി അവിടെ വെള്ളത്തിൽ വീണു. ആ പെൺകുട്ടി രക്ഷാർത്ഥം പോറ്റിയുടെ സഹായം ചോദിച്ചു. പോറ്റി ആ പെൺകുട്ടിയെ തോളിലേറ്റി കരയിൽ കയറ്റിയപ്പോൾ വീട്ടിൽ കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. വീട്ടിൽ കൊണ്ടുപോയപ്പോൾ വീട്ടിൽ പോയതിനു ശേഷം ഭക്ഷണം എടുക്കാനിരുന്ന് അകത്ത് കയറിയ സമയം നോക്കി ഈ പെൺകുട്ടിയെ കാണാനില്ല. അന്ന് രാത്രി ഈ പോറ്റിക്ക് ദർശനമുണ്ടായി, ഞാൻ ദേവിയാണ് വന്നത്, നിങ്ങൾ എനിക്ക് വേണ്ടി ക്ഷേത്രം പണിയണം. അങ്ങനെ ആ നേരത്തെ പറഞ്ഞ തെക്കതിനെ അല്ലെങ്കിൽ ആ കാവിനെ വലിയ രൂപത്തിലേക്കുള്ള ക്ഷേത്രമാക്കി മാറ്റി എന്നൊരു ചിന്തയുമുണ്ട്. ഇനി ഒരമ്മ അവിടെ മുല്ലശ്ശേരി വീടുമായി ബന്ധപ്പെട്ട ഒരു അമ്മ അവിടെ ഇരുന്നപ്പോൾ ഒരു പെൺകുട്ടി മുറ്റത്ത് വരികയും ആ പെൺകുട്ടി ഇതുപോലെ ചോറ് കൊടുക്കാൻ അകത്ത് കയറ്റിയപ്പോൾ അത് ആ പെൺകുട്ടിയും അബ്സ്കോണ്ടായി അല്ലെങ്കിൽ പോയെന്നും അത് പിന്നെ അമ്മ പറഞ്ഞു. ഇങ്ങനെ അമ്മ കണ്ടെന്നും പോറ്റി കണ്ടെന്ന് പറയുന്നതിനാണ് കൂടുതൽ പ്രചാരം കണ്ടത്. അങ്ങനെ കണ്ണകിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കഥ കൃത്യമായി ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി കിടപ്പുണ്ട്. എന്തായാലും എങ്ങനെ ആയാലും ആറ്റുകാൽ ദേവിയെ സംബന്ധിച്ചിടത്തോളം ഭദ്രകാളി എന്ന് വിശ്വസിക്കുന്നവർക്ക് അവിടെ പോകാം. പിന്നെ അതുപോലെ തന്നെ അവിടെ പോയി വിജയം കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അവിടെ പോകാം. ഇനി കൊടുങ്ങല്ലൂരിലേക്ക് വന്നാൽ കുറച്ചുകൂടി വ്യത്യസ്തമായൊരു കഥയാണ്. പക്ഷേ നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാറ് ഈ കൊടുങ്ങല്ലൂരിനെയും ആറ്റുകാലിനെയും എല്ലാം എന്താക്കി കളഞ്ഞു, നമ്മളെ വല്ലാത്ത രൂപത്തിൽ നമ്മുടെ ഏതാക്കി കളഞ്ഞു, കുറത്തിയാക്കി കളഞ്ഞു. അതാണ് ഇപ്പൊ കുറത്തിയാക്കി എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക്. അതിന്റെ ഒരു കഥയും കൂടി നമുക്ക് പറഞ്ഞിട്ട് മനസ്സിലാക്കാം. അതായത് പിന്നെ അതിന്റെ കഥ എന്താന്ന് വെച്ചാൽ അതും രസകരമായ ഒരു കഥയാണ്. ഇതെല്ലാം സംഘകാല കൃതികളിലൊക്കെ ഉള്ള കഥകളാണ്. അതിന്റെ ഒരു കഥയും കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം, നല്ലതാണ്. അതായത് അതിന്റെ കഥ മറ്റൊന്നുമല്ല, പിന്നെ വയനാടൻ കുന്നുകൾക്ക് താഴ്വരയിൽ ചിത്തിര വെളുത്തവാവ് ദിവസം ആട്ടവും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ വെള്ളനാട് രാമചന്ദ്രനൊക്കെ വളരെ കൃത്യമായി പ്രഭാഷണങ്ങളിലൊക്കെ പറയുന്നതാണ്. അവിടെ അങ്ങനെ ആട്ടവും പാട്ടും നടന്ന സമയത്ത് ഒരു ആകാശത്ത് ഒരു അഗ്നിഗോളം കാണുകയും അത് ഭൂമിയിലേക്ക് വീണു വന്നു. അതിലൊരു ഉഗ്രരൂപയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നെന്നും രൗദ്രഭാവമുള്ള സ്ത്രീയാണെന്നും ഇത് അവരെല്ലാം പേടിച്ചു പോയെന്നും അപ്പൊ ഈ പേടിച്ചു പോയ ആദിവാസികളായിട്ട് അല്ലെങ്കിൽ മലയരയന്മാരെന്നൊക്കെ പറയുന്ന മലയുടെ താഴെ താമസിക്കുന്നവർ, അവർ മലയരയന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പട്ടികജാതി പട്ടികവർഗക്കാരും ദളിതന്മാർ മാത്രമല്ല, അവിടെ താമസിക്കുന്ന എല്ലാവരും മലയുടെ താഴെ താമസിക്കുന്ന ആരായാലും അവരെല്ലാം കൂടി പിന്നെ കൊടുങ്ങല്ലൂരിൽ ചേരൻ ആൻഡ് ചെങ്കുട്ടൻ എന്ന് പറയുന്ന അനിയന്റെയും ചേട്ടന്റെയും അടുത്തെത്തുകയും അവരുടെ രാജാക്കന്മാരുടെ അടുത്തെത്തുകയും അവരുടെ അനുജനായിട്ടുള്ള ഇളങ്കോടികൾ, ചേട്ടൻ അടുത്തില്ലാതിരുന്ന സമയത്ത് ഇളങ്കോടികൾ അടുത്ത് കാര്യങ്ങൾ പറയുകയും ഇളങ്കോടികൾ അന്ന് മധുരയിൽ നിന്ന് വന്നിട്ടുള്ള കച്ചവടക്കാരനായിട്ടുള്ള കൊടുങ്ങല്ലൂരിലെ കുലവാണികൻ ചാത്തനാരുമായി ഇത് സംസാരിക്കുകയും അങ്ങനെ ചീത്തയില ചാത്തനാർ എന്നും കൂടി പേരുള്ള ഈ പിന്നെ കുലവാണികൻ ചാത്തനുമായി ഇത് ചർച്ച ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു ക്ഷേത്രം പണിയുകയും ചെയ്തു എന്നുള്ള ഒരു കഥയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടാകും. ഇതിനകത്ത് അങ്ങനെ ഈ ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി ഈ ചേരനും ചെങ്കുട്ടനും ഹിമാലയത്തിൽ പോയി ശില കൊണ്ടുവന്ന് വളരെ വലിയ, അത് നേരത്തെ പറഞ്ഞല്ലോ, അതിൽ ശില്പമുണ്ടാക്കി അല്ലെങ്കിൽ അതിൽ വിഗ്രഹമുണ്ടാക്കി
അതിനെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് അങ്ങനെ ആ രീതിയിൽ കബഡി നിരത്തി ഉന്നതത്തിൽ പോകണമെന്ന് ജോത്സ്യൻ പറഞ്ഞതിന്റെ ബേസിലാണ് അങ്ങനെ ചെയ്തുകൊണ്ട് ഇത് ഇതൊക്കെ ചരിത്രത്തിലും വിൽപ്പാട്ടിലും ഒക്കെ കിടപ്പുണ്ട്. ഈ കഥ പറയുമ്പോഴാണ് കണ്ണകിയുടെ കഥ, കണ്ണകി ഇങ്ങനെ സഞ്ചരിച്ച കഥയും, ഈ കണ്ണകി എന്ന് പറയുന്നത് മധുരയിൽ നിന്ന് സഞ്ചരിച്ച കണ്ണകി ദൈവരൂപമായി മാറി. കാര്യം വിശ്വരൂപമായി വന്ന് ഇപ്പൊ രാമന്റെ കൃഷ്ണന്റെ കഥ പറയും പോലെ ദൈവരൂപമായി മാറിയ കണ്ണകി നേരെ വടക്കോട്ട് സഞ്ചരിച്ചു എന്ന് പറയുന്ന കൂട്ടത്തിൽ കൊടുങ്ങല്ലൂരിലും എത്തി. അങ്ങനെ കൊടുങ്ങല്ലൂരിലെത്തിയ കണ്ണകി, അപ്പോൾ യഥാർത്ഥ കണ്ണകി, ഈ കണ്ണകി എന്ന് പറയുന്ന ആളും ദേവിയും അല്ലെങ്കിൽ അമ്മയും അല്ലെങ്കിൽ ദേവിയും ഈ പറയുന്ന അവിടുത്തെ ചേരനും ചെങ്കുട്ടനും രാജാക്കന്മാരുടെ കാലത്ത് പണിയിച്ച ക്ഷേത്രത്തിന്റെ ആരാധനാമൂർത്തിയായി ഉണ്ട്. ഈ രണ്ട് കഥകളാണ്. അപ്പൊ നോക്കൂ, ആറ്റുകാലിന്റെ കഥ. ഇതിലെവിടെയാണ് കുറത്തി വന്നത്, എവിടെയാണ് കുറവൻ വന്നത് എന്നറിയില്ല. നമ്മൾ അലക്സാണ്ടർ ജേക്കബ് സാറിന് ഇതിൽ കുറത്തിയെ കയറ്റിയത് എങ്ങനെയാന്ന് വെച്ചാൽ, അല്ലെ കുറവനെ കൊണ്ടുവന്ന് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ ചേരനെയും ചെങ്കുട്ടനെയും കാണാനായിട്ട് വന്ന ആളുകളുണ്ടല്ലോ, അത് മലയരയന്മാരും ഈ വയനാടൻ കുന്നുകൾക്ക് താഴെ താമസിച്ചിരുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്ത് കുറത്തിയും കുറവനും എല്ലാം കയറി. ഞാൻ പറയുന്നത് ഇന്നിപ്പോൾ ഹിന്ദു സമാജം അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസത്തിലുള്ളവർ, ക്ഷേത്രവിശ്വാസികൾ എല്ലാവരുമില്ല, ക്ഷേത്രവിശ്വാസികൾ വളരെ പവിത്രമായി കരുതുന്ന, അവരുടെ ആത്മാവും ജീവാത്മാവും പരമാത്മാവും എന്നൊക്കെ പറയുന്ന സങ്കല്പത്തിൽ ജീവിക്കുന്ന, അവരുടെ എല്ലാം അമ്പലത്തിന് സമർപ്പിക്കുന്ന, വലിയ രീതിയിൽ പൂജകൾ ചെയ്യുന്ന, അമ്പലത്തിൽ പോയി പൂജ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടുമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് ഇവിടെ, പ്രത്യേകിച്ച് സ്ത്രീകളടക്കമുള്ള. അവരുടെ ഇടയിൽ ഈ കുറത്തിയെയും കുറവനെയൊക്കെ കയറ്റി കാശ് 4 ചില്ലിക്കാശ് കിട്ടാനുള്ള പ്രഭാഷണ പരമ്പരയും സാർ അവസാനിപ്പിക്കണം. മറ്റ് പ്രഭാഷണവും സാർ നടത്തിക്കോളും, സാർ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇതിനകത്ത് സാർ ദയവായി ഹിന്ദു മതത്തിനകത്തുള്ള കുത്തിത്തിരിപ്പ് പ്രഭാഷണങ്ങൾ സാറൊന്ന് അവസാനിപ്പിക്കണം. പേട്ടയിൽ അത് വേട്ടയാക്കുന്നതും, എരുമേലിപ്പേട്ട വേട്ടയാക്കുന്നതും, കൊടുങ്ങല്ലൂരമ്മയെ കുറത്തിയാക്കുന്നതും അല്ലെങ്കിൽ ആറ്റുകാലമ്മയെ കുറത്തിയാക്കുന്നതിലും തെറ്റില്ല. ഒരുപാട് കുറത്തിമാരെന്നുള്ള രീതിയിലുള്ള ദേവതാ സമ്പ്രദായം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതാക്കിക്കോളൂ. പക്ഷെ അത് ആറ്റുകാലിലും കൊടുങ്ങല്ലൂരും കൊണ്ട് കുത്തിത്തിരുകരുത്, അത് പൊറുക്കില്ല.